കള്ളന്റെ ആത്മകഥയെന്നാണ് അതിന് പേരിടേണ്ടിയിരുന്നത്. ഇ.പി. ജയരാജനെതിരെ ശോഭാ സുരേന്ദ്രൻ. ഇ.പി. ജയരാജന്റെ ആത്മകഥയ്ക്ക് യഥാർത്ഥത്തിലിടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നാണെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഇനി ഇതിന്റെ പേരിൽ ഒരു കേസ് കൂടി ഉണ്ടായാൽ തനിക്ക് പ്രശ്നമില്ല. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് താൻ. അതിനേക്കാളും വലിയ ആളാണ് ഇ.പി. ജയരാജനെന്ന് താൻ കരുതുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മകനെ ഫോണിൽ വിളിച്ചപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാനായി തോന്നിയെന്നാണ് ഇ.പി. ജയരാജൻ ആത്മകഥയിൽ പറയുന്നത്. ഒരു ഫോൺ വന്നാൽ അത് മകനെ സ്ഥാനാർത്ഥിയാക്കാനാണ് എന്ന് ഇ.പിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്നും ശോഭ ചോദിച്ചു. എന്താണ് ഫോണിലൂടെ പറയുന്നതെന്ന് ഊഹിച്ചു കണ്ടെത്താനുള്ള യന്ത്രം വല്ലതുമുണ്ടോ എന്നും ശോഭ ചോദിച്ചു. ആ സ്ത്രീയെ പരിചയമേ ഇല്ലെന്നാണ് ആദ്യം ഇ.പി പറഞ്ഞത്. പുസ്തകം വായിച്ചപ്പോൾ താൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. താൻ പറഞ്ഞ ഓരോ കാര്യവും മറനീക്കി പുറത്തു വരുന്നതാണ് അതിലുള്ളതെന്നും ശോഭ വ്യക്തമാക്കി. രാമനിലയത്തിൽ താൻ 3 തവണയാണ് പോയത്. ഒരു തവണ സുരേഷ് ഗോപിയെ കാണാനും, രണ്ടാമത് അന്നത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെയും, മൂന്നാമത് സഖാവ് ഇ.പി. ജയരാജനെയും കാണാനാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അന്ന് 24 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ബി.ജെ.പിയുടെ ഷാൾ ഇ.പി. ജയരാജന്റെ കഴുത്തിൽ അണിഞ്ഞേനെയെന്നും ശോഭ പറഞ്ഞു. തന്റെ മകനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നെന്ന് ഇ.പി. ജയരാജൻ ഇതാണെന്റെ ജീവിതം ആത്മകഥയിലൂടെയാണ് വെളിപ്പെടുത്തിയത്. ശ്രമം നടത്തിയത് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനാണെന്നും ആത്മകഥയിൽ ഇ.പി. ജയരാജൻ വെളിപ്പെടുത്തിയിരുന്നു. എറണാകുളത്ത് വെച്ച് ഒരു വിവാഹ ചടങ്ങിൽ അവർ മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു. തുടർന്ന് 1-2 തവണ അവനെ വിളിച്ചു. അതൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നി. അവൻ ഫോൺ എടുത്തില്ല. ഇവർ സതുദ്ദേശത്തോടെയല്ല വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അത്. എന്നിട്ടും അവർ എത്ര നിസ്സാരമായാണ് തികഞ്ഞ ആധികാരികതയോടെ എന്ന വണ്ണം പച്ചക്കള്ളം പറഞ്ഞതെന്നായിരുന്നു തന്റെ ആത്മകഥയിൽ ഇ.പി. ജയരാജൻ കുറിച്ചത്. ഇതിനുള്ള മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിനെയും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലിഫ്റ്റുള്ള വണ്ടിയിൽ വന്ന പാവപ്പെട്ടവന്റെ തോളിൽ കൈയിടാത്ത മുഖ്യമന്ത്രി ഇടമലക്കുടിയിൽ പോകണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതിദരിദ്രരില്ലാത്ത പ്രഖ്യാപനം കോടികളുടെ പരസ്യം നൽകി. പാവപ്പെട്ടവരുടെ ഒറ്റുകാരനാണ് മുഖ്യമന്ത്രിയെന്നും ശോഭ പരിഹസിച്ചു.